4-5 ദിവസങ്ങൾക്ക് ശേഷം ഇത്തരത്തിൽ കേരളത്തിന്റെ പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ ഒരു പ്രതിരോധം എന്ന വണ്ണം ഇത് ഇനി നിൽക്കക്കള്ളിയില്ലാത്ത ചില കാര്യങ്ങൾ പറയണം എന്നുള്ളത് കൊണ്ട് എന്ന രീതിയിലേക്ക് പറയുന്നത് പോലെ അല്ലേ വരുന്നത്? ഈ നിൽക്കക്കള്ളി എന്നൊക്കെ പറഞ്ഞ് അങ്ങനൊന്നും ഒളിച്ചോടുന്നവനല്ല ഞാൻ, അത് ലാലിനറിയാമല്ലോ. ഒന്ന്, ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, മംഗളം പ്രവർത്തകരാരും ഇതിൻ്റെ പിന്നിലില്ല. ഇന്ന് ഞാൻ പത്രക്കുറിപ്പ് ഇറക്കി, ചാനലിൽ പറഞ്ഞു, പത്രക്കുറിപ്പ് മംഗളം പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ അടിച്ചിട്ടുണ്ട്. മംഗളം പ്രവർത്തകരാരും ഇൻവോൾവ് ചെയ്തിട്ടില്ല, ഒരു വനിതാ മാധ്യമ പ്രവർത്തകരെ ഉപയോഗിച്ചിട്ടില്ല, ഹണി ട്രാപ്പ് നടത്തിയിട്ടില്ല, ഫോൺ ചോർത്തിയിട്ടില്ല, സ്റ്റിംഗ് ഓപ്പറേഷൻ നടന്നിട്ടില്ല എന്ന് പറയുകയല്ലാതെ സ്റ്റിംഗ് ഓപ്പറേഷൻ ഇതൊന്നും നടന്നിട്ടില്ല, ഇതൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഇനി വനിതാ മാധ്യമ പ്രവർത്തകരെ ഉപയോഗിച്ചതൊന്നും ചെയ്തിട്ടില്ല എന്ന് പ്രത്യേകം പറയണമെങ്കിൽ അത് പറഞ്ഞിരിക്കുന്നു. ഇതൊക്കെ വ്യക്തമാണ്. അപ്പോൾ ഇത് പല പ്രാവശ്യം നമ്മുടെ ഓഫീസിലെ എല്ലാവരും. ശ്രീ അജിത് കുമാർ, ഈ കാര്യത്തിൽ പൊതുസമൂഹം ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്താണെന്നുള്ളത് കൃത്യമായി അങ്ങേക്ക് അറിയാവുന്നതാണ്. എന്താണ് ചോദ്യം? ശ്രീ AK ശശീന്ദ്രൻ എന്ന് പറയുന്ന മന്ത്രിയാണ് ഇങ്ങേ തലയ്ക്കൽ എന്ന് ഇരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ അപ്പുറത്തുള്ള ഒരാളുമായി ഇത്രയും നേരം സംസാരിക്കുമ്പോൾ അതിനകത്ത് അസഭ്യമാണ് ഉള്ളത് എങ്കിൽ അപ്പുറത്തുള്ള ഒരാൾ എങ്ങനെയാണ് ഇത്രയധികം കേട്ടുകൊണ്ടിരിക്കുക? ആ ഒരു കാര്യങ്ങൾ കേൾക്കുന്നതിന് ഒരു ഉളുപ്പമില്ലാത്ത ഒരു അപ്പുറത്തെ ഒരു വീട്ടമ്മയോ അല്ലെങ്കിൽ എന്ന് നിങ്ങൾ പറയുന്ന ആളിന് വേണ്ടിയാണ്, സോഴ്സിനെ സംരക്ഷിക്കാൻ വേണ്ടി, അവരുടെ അവകാശം സംരക്ഷിക്കാൻ വേണ്ടി അങ്ങീ വാദിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വനിതാ മാധ്യമ പ്രവർത്തകർക്കൊക്കെ ചീത്തപ്പേരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ സ്ത്രീയല്ലേ ഇതിന് മറുപടി പറയേണ്ടത്? എൻ്റെ ചോദ്യം ഒരു പൊതു ഖജനാവിൽ നിന്ന് നമ്മളെ ഭരിക്കുന്ന ഒരു അധികാരി സംസാരിച്ചതിൽ ഒരു തെറ്റുമില്ല. അപ്പുറത്തൊരു സ്ത്രീ ഉണ്ടായിരുന്നു, ആ സ്ത്രീയെ കൊത്തിപ്പറിക്കാൻ വിട്ടുകൊടുക്കണം എന്നുള്ളൊരു നീചത്വം ഈ പറയുന്ന ലാലിനെ ഞാൻ ആ കൂട്ടത്തിൽപ്പെടുത്തുന്നില്ല, അല്ലെ ആ ചോദ്യങ്ങൾക്ക് പിന്നിലുണ്ട്. ചോദ്യത്തെ നമുക്ക് ഒഴിവാക്കാൻ ഒക്കില്ല. ഞാനിപ്പോ ഈ ചോദ്യം ചോദിക്കുന്നത് ഇവിടുത്തെ പൊതുസമൂഹത്തിന് വേണ്ടിയാണ്. ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന പൊതുസമൂഹത്തിന് ആ നീചത്വം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അല്ല, അങ്ങനെയാണെങ്കിൽ ഇവിടെ എല്ലാവർക്കും, പൊതുവേ ഉള്ള എല്ലാവർക്കും ഈ നീചത്വം ഉണ്ടെന്ന് പറയേണ്ടി വരും. ഞാൻ തരാം, പക്ഷേ ഉള്ളവർക്കെല്ലാം ആപ്ലിക്കബിളാ ഞാൻ പറഞ്ഞു. ശ്രീ അജിത് കുമാർ, പക്ഷേ ഇത് ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു. ഇത് AK ശശീന്ദ്രൻ അങ്ങോട്ട് വിളിച്ച് ആ സ്ത്രീയെ ബുദ്ധിമുട്ടിച്ച് എടുത്ത ഒരു ഫോൺ കോൾ ആണെങ്കിൽ അത് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റിയിരുന്നുവെങ്കിൽ. അല്ല, എൻ്റെ ചോദ്യം അത് അങ്ങോട്ട് വിളിച്ചോ ഇങ്ങോട്ട് വിളിച്ചോ എന്നുള്ളതല്ല. ഒരു സ്ത്രീ ആ സ്ത്രീ ഞങ്ങളുടെ ലേഖകനെ ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ ഒരു മന്ത്രി എന്നെ ശല്യപ്പെടുത്തുന്നു, ബുദ്ധിമുട്ടിക്കുന്നു, അത് ഞാൻ നിങ്ങൾക്ക് ടെലികാസ്റ്റ് ചെയ്യുമോ, നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുമെങ്കിൽ ഞാൻ തരാം എന്ന് പറയുന്നു. ആ ശബ്ദരേഖ അവർ നൽകുന്നു. അത് ക്രോസ് ചെക്ക് ചെയ്തത് ആ മന്ത്രിയുടെ ശബ്ദമാണ്, അത് ഞങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് ആ മന്ത്രിയുടെ ശബ്ദമാണെങ്കിൽ AK ശശീന്ദ്രൻ അപ്പുറത്തുള്ള ഒരാൾക്ക് പരാതിയില്ല. ശ്രീ അജിത് കുമാർ, ഈ അപ്പുറത്തുള്ള ഒരാൾക്ക് പരാതി ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഇത് അപ്പുറത്തൊരു വീട്ടമ്മയാണ്, അവർക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ ഇവിടെ നിന്നൊരു മന്ത്രി ഇങ്ങനെ സംസാരിക്കാമോ എന്ന് നിങ്ങൾ പറയുന്നത് എങ്ങനെയാണ്? ഈ പരാതിയെല്ലാം പോലീസ് സ്റ്റേഷനിൽ കൊടുക്കണമെന്ന് നിർബന്ധമുണ്ടോ? പരാതി പറഞ്ഞാൽ ഇതുവരെ തുടങ്ങിയിട്ടില്ലാത്തൊരു ചാനലിനാണോ ഈ പരാതി കൊടുക്കേണ്ടത്? അപ്പൊ അത് എത്രമാത്രം വീട്ടമ്മയ്ക്ക് ഈ കാര്യത്തിൽ? അത് ലാലിന്റെ കയ്യിലും കരളി TV-യിലും കൊടുത്താൽ അത് വരത്തില്ലല്ലോ. അതുകൊണ്ട് മംഗളം പത്രത്തിന്റെ ട്രാക്ക് റെക്കോർഡ് വെച്ചായിരിക്കും, അല്ലെ ഞങ്ങളുടെ ലേഖകന്റെ മിടുക്കായിരിക്കും. പക്ഷേ എൻ്റെ മുമ്പിൽ വന്ന ഒരു പ്രശ്നം, ഈ ഒരു ശബ്ദരേഖ വന്നപ്പോൾ ഞാനെടുത്ത് പോക്കറ്റ് വെച്ചു അല്ലെങ്കിൽ തമസ്കരിക്കണമായിരുന്നോ? ലാൽ എന്ത് പറയുന്നു? ശ്രീ അജിത് കുമാർ, പല കാര്യങ്ങളും പുറത്തേക്ക് വരുന്നതേ ഉള്ളൂ. ഈ പറയുന്ന അപ്പുറത്തുള്ള സ്ത്രീ ഒരു കൃത്യമായ പരാതിയുള്ള ഒരാളാണ് എന്ന കാര്യത്തിൽ അങ്ങ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. അവർ പറയുമ്പോൾ പുറത്തു വിടാന്നാണ് പറയുന്നത്. പക്ഷെ അത് അങ്ങനെ അല്ല എന്നും, അവർ ഒരു സാധാരണ വീട്ടമ്മയല്ല, കൈരളിക്ക് കൃത്യമായ തെളിവുകൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീ അജിത് കുമാർ, നിങ്ങൾ തെളിവുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്ത് പറയാനാ? ഞാൻ ചോദിക്കുന്നത് ഇവിടെ തെളിവെന്ന് പറഞ്ഞ ഓരോരുത്തർ ഇന്ന് ഒരു പത്രത്തിൽ വന്നു, ഒരു ജീവനക്കാരി അല്ലെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ ജീവനക്കാരിയെ ഒളിച്ചു മാറ്റിയിരിക്കുന്നു, വേറെ മറച്ചു വച്ചിരിക്കുന്നു, മാറ്റി താമസിപ്പിച്ചിരിക്കുന്നു. ഇന്നലെ പ്രസ് ക്ലബിൽ റിപ്പോർട്ടർ ചാനലിൻ്റെ നികേഷിന് രക്തം തിളയ്ക്കുന്ന പരിപാടിയിൽ ഞാനും ധന്യരാമനും പങ്കെടുത്തു. ധന്യരാമനോട് ചോദിച്ചു, സാറിനെ ആരാ തടഞ്ഞതെന്ന്. ഇന്നൊരു പോർട്ടലിൽ എന്നെ തടഞ്ഞു, നാട്ടുകാർ കയ്യേറ്റം. ഞാൻ ഓടി പ്രസ് ക്ലബിൽ കയറി. ഞാൻ അവിടെ കാറിന് കാത്തിരുന്ന് 10 മിനിറ്റ് വന്നപ്പോൾ കാറ് ദൂരെ കണ്ട് കിടക്കുകയായിരുന്നു. ഞാൻ പ്രസിഡൻ്റായി 3 മാസം മുമ്പ് വരെ ഇരുന്ന പ്രസ് ക്ലബിലോട്ട് ഞാൻ കയറി.
അതൊക്കെ വലിയ ശ്രീ പ്രശ്നമാണ്. അജിത് കുമാർ, ഇതൊന്നും നമ്മുടെ ഈ ചർച്ചയിൽ വന്നിട്ടില്ലാത്ത ചോദ്യങ്ങളാണ്. അങ്ങേക്ക് ആരെങ്കിലും അല്ലാത്ത രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ചുള്ള ഉത്തരം പറയുന്ന ഒരു വേദിയായി അങ്ങ് കാണരുത്. അങ്ങേക്കും ഒരു ചാനൽ നടത്തുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് കാര്യങ്ങൾ അറിയാവുന്നതാണ്. ഈ പറഞ്ഞ വീട്ടമ്മയാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്, അങ്ങനെ അല്ല എന്ന് തെളിയുന്ന കാര്യങ്ങൾ കൈരളിയുടെ കൈവശമുണ്ട് എന്ന് പറയാൻ ഞാനിപ്പോൾ ശ്രമിക്കുമ്പോൾ അങ്ങേക്ക് ആ കാര്യത്തിൽ വ്യക്തമായൊരു ഉത്തരം പറയാൻ സാധിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പുറത്തേക്ക് പറയൂ. ഒന്ന് ഇതിനെതിരെ ഈ അപ്പുറത്തുണ്ടായിരുന്നത് മംഗളം ജീവനക്കാരല്ല. ഞാൻ അടിവരയിട്ട് പറയുന്നു. വ്യക്തമായ പരാതിയുള്ള ഒരു സാധാരണക്കാരിയായ ഒരു വീട്ടമ്മയാണോ അത്? ഈ തരത്തിൽ മന്ത്രിയെ കൊടുക്കാൻ താല്പര്യമില്ലാത്ത, മന്ത്രി അധിക്ഷേപിച്ച് സംസാരിച്ചതുകൊണ്ട് ഈ ശല്യത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും മോചനം നേടണമെന്ന് കരുതിയ ഒരു വീട്ടമ്മയാണോ അപ്പുറത്തുണ്ടായിരുന്നത്? കൃത്യമായി പറയൂ ശ്രീ. അതെ. ഞാൻ അങ്ങയിലേക്ക് വരാം. ഇപ്പോൾ പീപ്പിൾ എക്സിക്യൂട്ടീവ് എഡിറ്റർ ശ്രീ എം രാജീവ് നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. ശ്രീ എം രാജീവ്, ഇപ്പോഴും മംഗളത്തിന്റെ CEO പറയുന്നത് അപ്പുറത്തൊരു വീട്ടമ്മയാണ്, ആ പരാതിക്കാരിക്ക് സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് ഈ കാര്യങ്ങൾ മംഗളത്തിന് കൊടുത്തു എന്നുള്ള രീതിയിലാണ്. രാജീവ്, എന്താണ് നമുക്കുള്ള വിവരങ്ങൾ? നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് അത് നമ്മൾ വേണ്ടവണ്ണം സ്ഥിരീകരിച്ചിട്ടാണ് ഈ വിവരങ്ങൾ പുറത്തു പറയുന്നത്. കണിയാപുരം സ്വദേശിനിയും മംഗളത്തിലെ ജീവനക്കാരിയുമായ ഒരാള് ഹണി ട്രാപ്പിൽ മന്ത്രിയെ കുരുക്കുകയാണ് എന്ന് കൃത്യമായി തന്നെ വിവരം നമുക്കുണ്ട്. ആ കുട്ടിയുടെ വിവിധ പെൺകുട്ടിയുടെ എല്ലാവിധ കാര്യങ്ങളും, വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളും വിശദാംശങ്ങളും കുടുംബപരമായ കാര്യങ്ങളിലെ എല്ലാ ആധികാരികമായ തെളിവും നമ്മുടെ അടുത്തുണ്ട്. ഈവൻ ആ കുട്ടിയുടെ ഫോട്ടോ പോലും നമ്മുടെ പക്കലുണ്ട് എന്ന് ശ്രീ അജിത് കുമാറിനോട് പറയുകയാണ്. കൃത്യമായി തന്നെ ഒരു ഹണി ട്രാപ്പ് ആണ് എന്ന് ബോധ്യപ്പെടുത്താൻ ഉതകുന്ന തെളിവുകൾ പീപ്പിൾ ടി കൈവശമുണ്ട്. അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ടാണ് ഈ ചർച്ചയിൽ ഇങ്ങനെ ഇടപെട്ട് നമ്മൾ ഇത്തരത്തിൽ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. വ്യക്തമായി തന്നെ ആരാണ് മന്ത്രിയുമായി സംസാരം തുടങ്ങി വെച്ചത്, എങ്ങനെയാണ് തുടങ്ങി വെച്ചത്, എവിടെയൊക്കെ പോയിട്ടാണ് മന്ത്രിയെ കണ്ടിട്ടുള്ളത്, എപ്പോഴാണ് മന്ത്രിയുമായി ഇപ്പോൾ റെക്കോർഡ് ചെയ്യപ്പെട്ട ടെലിഫോൺ സംഭാഷണം നടത്തിയത്, ആ ടെലിഫോൺ സംഭാഷണം നടത്തുന്നതിന് മുമ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ട ആരെങ്കിലുമായും ഈ പെൺകുട്ടി ബന്ധപ്പെട്ടിരുന്നോ, അങ്ങനെയെങ്കിൽ പെൺകുട്ടിയോ അല്ലെങ്കിൽ പെൺകുട്ടിയുടെ ദൂതന്മാരോ ആരെങ്കിലും ബന്ധപ്പെട്ടിരുന്നോ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ മന്ത്രിയെ എത്തിച്ച് ടെലിഫോൺ വിളിക്കുകയായിരുന്നോ, ഇതൊക്കെ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും നമുക്ക് ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ചർച്ചയിൽ ഏറ്റവും സുപ്രധാനമായി കാണേണ്ടത് ഇതൊരു ഹണി ട്രാപ്പ് ആണെന്ന വ്യക്തത എല്ലാവർക്കും പ്രേക്ഷകർക്ക് വേണം എന്നുള്ളത് കൊണ്ടാണ് ഈ ഘട്ടത്തിൽ നമ്മൾ ഇങ്ങനെ ഇടപെടേണ്ടി വരുന്നത്. ശ്രീ രാജീവ്, ഞാൻ തിരിച്ചു വരാം. ശ്രീ അജിത് കുമാർ, വളരെ കൃത്യമായി പീപ്പിളിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ തങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ വെച്ചിട്ട് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ഇതൊരു ഹണി ട്രാപ്പ് ആയിരുന്നു എന്ന്. അതിന് കൃത്യമായ ഒരു മറുപടി മംഗളം സിഇഒക്കുണ്ടോ? ഇത് ഹണി ട്രാപ്പ് ആയിരുന്നില്ല. ഹണി ട്രാപ്പ് നടത്താൻ മംഗളം ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഇത് ഹണി ട്രാപ്പ് ആയിരുന്നു. മംഗളത്തിന്റെ സിഇഒയ്ക്ക് അറിയാത്ത കാര്യങ്ങൾ ഈ കാര്യത്തിൽ നടന്നിട്ടുണ്ടോ? ഹണി ട്രാപ്പ് ആയിരുന്നു. മംഗളം ആരെയും ചുമതലപ്പെടുത്തിയില്ല. ഹണി ട്രാപ്പ്, സ്റ്റിംഗ് ഓപ്പറേഷൻ, ഫോൺ ചോർത്തൽ, ഇതുപോലെ ഒരു കാര്യം നടത്താൻ മംഗളം ആരെയും. ശ്രീ അജിത് കുമാർ, എന്റെ ഒരു കൃത്യമായ ചോദ്യം, ഈ കാലഘട്ടത്തിൽ മാധ്യമങ്ങൾ പുറത്തുള്ള ഏജൻസികളെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്ന ഒരു കാലമാണ്. മംഗളം നേരിട്ട് ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല എന്നാണോ അങ്ങ് പറയുന്നത്? മംഗളത്തിന് ഈ കാര്യത്തിൽ ഒരു അറിവില്ല, ഇതിൽ കൃത്യമായി മറ്റാരോ ഇടപെട്ടിട്ടുണ്ട്, അവർ നടത്തിയ ഹണി ട്രാപ്പാണ് ഇതെന്ന കാര്യത്തിൽ അങ്ങേക്ക് സംശയമുണ്ടോ? ഇപ്പോൾ പുറത്തുള്ള ഒരു ഏജൻസിയെ ഞങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടില്ല. ശരി, ഒരു ഏജൻസി എന്ന വാക്ക് ഞാൻ വിടുന്നു, ഒരു വ്യക്തിയെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. അപ്പൊ മംഗളത്തിന്റെ അകത്ത് തന്നെയാണോ ഈ കാര്യങ്ങൾ ചെയ്തത്? അകത്ത് നിന്നാരും ഹണി ട്രാപ്പിന് പോയിട്ടില്ല. ഞങ്ങളുടെ ജീവനക്കാരും മന്ത്രിയുമായി, ഞാൻ നേരത്തെ വീണ്ടും അങ്ങേ തലയ്ക്കൽ മന്ത്രിയുമായി സംസാരിച്ചത് മംഗളം ജീവനക്കാരും. ശരി, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഈ കാര്യങ്ങൾ ഇത്രയും കേൾക്കുമ്പോൾ മാധ്യമ നിരൂപകൻ കൂടിയാണ് താങ്കൾ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത് ഈ കാര്യങ്ങൾ ഇത്രയും കേൾക്കുമ്പോൾ? അല്ല, ഇക്കാര്യത്തിൽ മംഗളം സിഇഒയിൽ നിന്ന് കൂടുതൽ വ്യക്തതയുള്ള ഉത്തരങ്ങൾ കിട്ടും എന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. ഒരു കാര്യത്തിൽ വ്യക്തതയുണ്ട്. കാരണം മന്ത്രിയുമായി സംസാരിച്ച ആ സ്ത്രീ അല്ലെങ്കിൽ യുവതി ആര് എന്ന കാര്യത്തിൽ നമുക്ക് ഇപ്പോൾ കൈരളി TVക്ക് അതിൻ്റെ വിവരങ്ങൾ കിട്ടി എന്ന് പറയുന്നു. തീർച്ചയായും നമ്മുടെ പോലീസിനും ആ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. മന്ത്രിയുടെ ടെലിഫോണിൽ സംസാരിച്ചപ്പോൾ അങ്ങേപ്പുറത്ത് ഏത് നമ്പർ, അതൊക്കെ കൃത്യമായി അറിയാവുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ സമയം, തീയതി, സ്ഥലം ഒക്കെ നമുക്കറിയാം. അപ്പോൾ ആരാണ് അപ്പുറത്ത് സംസാരിച്ചത് എന്ന കാര്യത്തിൽ ഇപ്പോൾ അധികാരികൾക്കും ഇപ്പോൾ കൈരളി TV അവകാശപ്പെടുന്നു വ്യക്തതയുണ്ട്. ആ വ്യക്തത ഉള്ള സ്ഥിതിക്ക് ആ പേര് പുറത്തു വരണം. അജിത് കുമാർ പറയുന്നത് പോലെ ആരെയും കടിച്ചു കയറുന്നതിന് വേണ്ടിയൊന്നുമല്ല. കാരണം IPC 228A എന്ന വകുപ്പിൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടുന്ന ഒരു സ്ത്രീ അല്ല ഇത്. കാരണം അവരിപ്പോൾ പരാതിക്കാരിയല്ല, അവർ സെക്ഷൽ ഹറാസ്മെൻറ്റിൻ്റെയോ റേപ്പിൻ്റെയോ വിക്ടിം അല്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർക്ക് 228A പരിരക്ഷ ക്ലെയിം അവകാശപ്പെടാൻ കഴിയില്ല.
ഈ പരാതി അവർ എന്ത് പരാതിയുമായി മന്ത്രിയെ സമീപിച്ചു? ട്രാൻസ്പോർട്ട് മിനിസ്റ്ററാണ്. ഗതാഗത വകുപ്പ് മന്ത്രിയിൽ നിന്ന് സാധിക്കേണ്ടതായ എന്ത് കാര്യമാണ് ഈ വീട്ടമ്മ എന്ന് അവകാശപ്പെടുന്ന സ്ത്രീക്ക് ഉണ്ടായിരുന്നത്? അവരുടെ പരാതി അറിയേണ്ടത് നമ്മൾ. ഏത് രീതിയിലുള്ള സംസാരം നടന്നു? ആ ദീർഘമായ സംസാരത്തിൽ എന്തുകൊണ്ട് അത് കട്ട് ചെയ്യാതെ ആ സ്ത്രീ ആ സംഭാഷണം ആസ്വദിക്കുകയായിരുന്നു? ഞാൻ അവരുടെ അവകാശത്തെ ചോദ്യം ചെയ്യുന്നില്ല. ഒരു പുരുഷനും ഒരു സ്ത്രീക്കും തമ്മിൽ ഇഷ്ടമുള്ള രീതിയിൽ സംസാരിക്കാം, അത് അവരുടെ കാര്യമാണ്. അത് ചോർത്തിയെടുത്ത് നാട്ടുകാരെ അറിയിക്കുക എന്ന ഉത്തരവാദിത്വം അജിത് കുമാറിനെ പോലുള്ള മാധ്യമപ്രവർത്തകർക്കും ഇല്ല. ശ്രീ അജിത് കുമാർ, ഈ കാര്യത്തിൽ 228A പരിരക്ഷ ഇല്ലാത്തൊരു സ്ത്രീ, അവർ അങ്ങയുടെ ചാനലിന് എത്രമാത്രം വേണ്ടപ്പെട്ടവരാണെങ്കിലും ഒരു സോഴ്സ് ആണെങ്കിലും ഈ രാജ്യത്തിന്റെ നിയമത്തിനകത്ത് IPCക്കും ഒന്നും പരിരക്ഷിക്കാൻ സാധിക്കാത്തൊരു സ്ത്രീയായി മാറിയിരിക്കുകയാണ്. ഒരു പരാതിക്കാരി പോലുമല്ല അവർ. അങ്ങനെയുള്ള അവർ ഈ രാജ്യത്തെ ഒരു മന്ത്രിയെ അതല്ലെങ്കിൽ മറ്റ് പൊതുമേഖലയിലുള്ള ആളുകളുടെ ഒക്കെ കീർത്തിയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ പെരുമാറുക എന്ന് പറയുന്നത് ഇവിടുത്തെ പൊതുസമൂഹത്തിന് അശ്ലീലം എന്ന രീതിയിലേക്ക് കേൾപ്പിക്കേണ്ടി വരുന്ന കാര്യങ്ങൾ ചാനലിലൂടെ പുറത്തേക്ക് വിടുന്നത് ശിക്ഷാകരമായ കാര്യമല്ലേ? ലാലെ, അവരെ പ്രകോപിപ്പിച്ച് ഈ മന്ത്രിക്കെതിരെ പരാതി കൊടുപ്പിക്കുന്നതിനാണോ നമ്മുടെയൊക്കെ ശ്രമം? അവർ പരാതി കൊടുക്കേണ്ടതല്ലേ? ചോദ്യം അതിന് അങ്ങയുടെ ചാനൽ എന്തിനാണ് ഭയക്കുന്നത്? ഞാൻ പറയട്ടെ, ലാല് ഇതുവരെ പറഞ്ഞല്ലോ. അതായത് പരാതി അവരെ കൊണ്ട് കൊടുപ്പിക്കണം, അല്ലെങ്കിൽ അവർ പരാതി കൊടുക്കണം. ഇതൊക്കെ കേട്ട് നിൽക്കുന്ന ആ സ്ത്രീ കൊണ്ട് പരാതി കൊടുക്കണം. ആ പരാതിയുടെ ഗ്രാവിറ്റി അവർക്കറിയാം. ശരി, അതുകൊണ്ട് ഞാൻ പറയട്ടെ, അതുകൊണ്ട് സെബാസ്റ്റ്യൻ പോൾ നമ്മൾ വളരെ സുഹൃത്താണ്. അദ്ദേഹം ഞങ്ങൾക്ക് ബഹുമാനിക്കുന്ന മാധ്യമപ്രവർത്തകനാണ്. ഇതിനകത്ത് ആ പ്രവർത്തകയെ, ആ സ്ത്രീ ആരാണ് അല്ലെങ്കിൽ അതെന്താണ് എന്ന് ജുഡീഷ്യൽ അന്വേഷണം നടക്കുകയാണ്. ആ ജുഡീഷ്യൽ അന്വേഷണത്തിൽ എല്ലാ കാര്യങ്ങളും മംഗളം വെളിപ്പെടുത്തും. അല്ലിമയ്ക്ക് ഇത് കേട്ടിട്ട് എന്താണ് തോന്നുന്നത്? ജുഡീഷ്യൽ അന്വേഷണം നടക്കട്ടെ, എന്താ കറക്റ്റ് കാര്യം എന്ന് പറഞ്ഞ് പുറത്തു വരട്ടെ, പോലീസ് അന്വേഷണവും നടക്കട്ടെ, എല്ലാം നടക്കട്ടെ. സത്യം, ആ പരാതിക്കാരി എന്തായാലും മുന്നിൽ വന്നേ പറ്റൂ. അല്ലെങ്കിൽ എല്ലാ അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ വനിതാ മാധ്യമ പ്രവർത്തകരും ഇപ്പൊ നാണം കെട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇപ്പൊ വർക്ക് ചെയ്യുന്നവരെല്ലാരും നാണം കെട്ടുകൊണ്ടിരിക്കുക. അതിന് സാറ് എത്രയും പെട്ടെന്ന്, എനിക്ക് അജിത് സാറിനോട് റിക്വസ്റ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ, സാർ എത്രയും പെട്ടെന്ന് ആ പരാതിക്കാരിയെ മുന്നിൽ കൊണ്ട് നിർത്തി തന്നേ പറ്റൂ. ഇല്ലെങ്കിൽ അവിടെയുള്ള വനിതാ ജേർണലിസ്റ്റുകളാണ് നാണം കെട്ട് പോകുന്നത്. അതുകൊണ്ട് ഇതൊരു റിക്വസ്റ്റ് ആയിട്ട് ജുഡീഷ്യൽ അന്വേഷണം നടക്കുകയാണ്. ആ ജുഡീഷ്യൽ അന്വേഷണത്തിന് മുമ്പിൽ മംഗളം ടെലിവിഷന് ലഭ്യമായ എല്ലാ വിവരങ്ങളും, എല്ലാ തെളിവുകളും ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ. ശരി, അല്ലിമയ്ക്ക് അറിയാമോ ഇത് ഈ സ്ത്രീ ആരാണെന്ന്? ഇപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്ത കണിയാപുരത്തുകാരിയായ ഒരു സ്ത്രീ എന്നാണ്. ആ രീതിയിലുള്ള ഒരാളെ അറിയാമോ അല്ലിമയ്ക്ക്? എനിക്കറിയില്ല, ആ സ്ത്രീയാണോ വേറെ സ്ത്രീയാണോ, പരാതിക്കാരി ഉണ്ടെന്ന് വളരെ വ്യക്തമായിട്ട് CEO പറയുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അത് ആ പരാതിക്കാരി തന്നെയാണ് പുറത്തു വരേണ്ടത്. ഇപ്പോ താങ്കൾ ചോദിച്ച പോലെ ഇന്ന ആളാണോ അത് വേറെ ആളാണോ അതൊന്നും എനിക്കറിയില്ല. അതൊക്കെ പരാതിക്കാരി ഉണ്ടല്ലോ, ആ പരാതിക്കാരി പുറത്തു വരട്ടെ, അത് ആരാണെങ്കിലും അത് പുറത്തു വരട്ടെ. ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആരോപിച്ചിട്ടുള്ളത് പോലെ ഒരു വനിതാ മാധ്യമ പ്രവർത്തകയ്ക്ക് കൃത്യമായ രീതിയിൽ അഭിമാനത്തോടു കൂടി പ്രവർത്തിക്കാൻ പറ്റാത്ത തൊഴിൽ സാഹചര്യം ഉണ്ടോ ശ്രീ അജിത് കുമാറിന്റെ മാധ്യമ സ്ഥാപനത്തിൽ? ഇങ്ങനൊരു വാർത്ത വന്നതിന് ശേഷം അവിടെ പ്രൊട്ടക്ട് ചെയ്യാൻ കൂടി ആരും തയ്യാറായി. ആ എല്ലാ വനിതാ മാധ്യമ പ്രവർത്തകരെയും അവിടെ ഒരു ചോദ്യം, ഈ വാർത്ത വരുന്നത് വരെ ഇപ്പോഴും തൊഴിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ശ്രീ അജിത് കുമാർ ഭീഷണിപ്പെടുത്തരുത്. അല്ലിമ അതിന് മറുപടി പറയട്ടെ. എന്റെ ചോദ്യം, അല്ലിമ ഈ നിമിഷം വരെ അങ്ങനെ ഒരു തൊഴിൽ സാഹചര്യം സ്ത്രീ അല്ലിമ പറയാൻ വന്നതിനെ തടുക്കരുത്. ഞാനൊന്ന് പറയട്ടെ, ഞാനൊന്ന് പറയാൻ സാർ അനുവദിക്കൂ പ്ലീസ്. എന്താ പറയാൻ വന്നതെന്ന് വെച്ചാൽ, ഈ ഒരു കാരണത്താൽ അവിടുത്തെ വനിതാ മാധ്യമ പ്രവർത്തകരൊക്കെ ഈ വാർത്ത വന്ന ദിവസം മുതൽ ഇന്ന് വരെ, ഞാൻ രാജിവെക്കുന്ന ഇന്നാണ് എനിക്ക് മറ്റുള്ളവര് എല്ലാവരും പറഞ്ഞത് നല്ല കാര്യമായി എന്ന്. ബാക്കി എല്ലാ ദിവസങ്ങളിലും എന്നെ ടാർഗറ്റ് ചെയ്ത, അല്ലെങ്കിൽ അവിടുത്തെ വനിതാ മാധ്യമ പ്രവർത്തകരെ ടാർഗറ്റ് ചെയ്ത ഒരു ഇഷ്യൂ ആണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. അപ്പൊ സാറ് അതുവരെ ഞങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ഞങ്ങൾക്കെന്ന് പറയുന്നില്ല, എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. സാറ്
പ്രൊട്ടക്ട് ചെയ്യും, അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് എന്ന് സാർ വ്യക്തമായിട്ട് പറയുമെന്നുള്ള ഒരു ധാരണ എനിക്കുണ്ടായിരുന്നു. ആ ധാരണ ഈ ഇന്നലത്തെ വിചാരണയോടെ എനിക്ക് ആ ധാരണ തെറ്റി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് റെസിഗ്നേഷൻ ലെറ്റർ തന്നത്. പിന്നെ സാറ് പറഞ്ഞൊരു കാര്യം, എന്നോട് സാറ് മുഖത്ത് നോക്കി പറയാണ് റെസിഗ്നേഷൻ മെയിൽ ചെയ്താൽ മതിയെന്ന്. ഞാൻ വ്യക്തമായിട്ട് മെയിൽ ചെയ്തിട്ടുണ്ട്, ceo@mangalam.tv. സാറിന് അതെടുത്ത് നോക്കാവുന്നതാണ്. ഞാൻ രാജിവെച്ച് കഴിഞ്ഞു സർ. ശ്രീ അൽനിമ, ഈ കാര്യത്തിൽ ഇപ്പോൾ അവിടെ മാന്യമായി പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്, മനസ്സിലാക്കിക്കൊണ്ടാണ് അൽനിമ അവിടുന്ന് പിരിയുന്നത്. ഇപ്പോൾ അവിടെ തുടരുന്ന ആളുകൾ വേറെയും ഉണ്ടല്ലോ. എന്റെ ചോദ്യം, ഒരു ചോദ്യത്തിന് അൽനിമ, ഇപ്പോഴത്തെ കാര്യം ഇന്നലെ ഞാൻ പറഞ്ഞില്ല എന്നുള്ളത് സമ്മതിക്കുന്നു. ഞാൻ ചോദിക്കുന്നത്, ഇന്നലെ വരെ അൽനിമ ഈ വാർത്ത പുറത്തു വിടുന്നത് വരെ വനിതാ മാധ്യമ പ്രവർത്തകർക്ക് മാന്യമായി പ്രവർത്തിക്കാനുള്ള തൊഴിൽ സാഹചര്യം മംഗളം ടെലിവിഷൻ ഉണ്ടായിരുന്നു. സാർ, ഞാൻ സാറിനോട് എല്ലാ തെറ്റും, എന്ത് തെറ്റ് കണ്ടാലും സാറിന് അതിപ്പോ വ്യക്തമായിട്ട് പറയാൻ പറ്റും. ഞാൻ സാറിനോട് വന്ന് പറഞ്ഞിട്ടുണ്ട്, എന്ത് കംപ്ലൈന്റ് ഉണ്ടായാലും എവിടെ നിന്ന് വന്ന് പറഞ്ഞതായാലും ഞാൻ സാറിന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. ഇല്ല എന്ന് സാറിന് പറയാൻ പറ്റും. എന്റെ ചോദ്യത്തിന് ഞാൻ കേട്ടു. ഞാൻ സാറിനോട് ചോദിച്ചതിനുള്ള മറുപടി ഒന്ന് തന്നാ വലിയ ഉപകാരമായിരിക്കും. അല്ല, ഹലോ, അൽനിമ പറഞ്ഞ കാര്യങ്ങളുണ്ട്, അൽനിമയോട് ഞാൻ പറഞ്ഞ കാര്യങ്ങളുണ്ട്, ഒരു ഓഫീസ് എന്നല്ലേ. പക്ഷേ അൽനിമയോട് ഉൾപ്പെടെ പെൺകുട്ടികളോട് പറഞ്ഞ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു കാര്യം, അൽനിമയ്ക്ക് അറിയാമല്ലോ, ഈ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന പെൺകുട്ടികൾക്ക് ആത്മാഭിമാനത്തിന് ഒരു ചെറിയ പോറലുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ അപ്പൊ നടപടിയാണെന്നറിയാം. അങ്ങനെ തന്നെയാണ് ഞാനും വിചാരിച്ചിരുന്നത്. പക്ഷെ ഈ ഞായറാഴ്ചയോടെ ആ ഒരു ധാരണ എന്റെ ധാരണ മാറി. കാര്യം ഈ ഇഷ്യൂ വലിയൊരു ഇഷ്യൂ ആയിട്ടാണ് വന്നത്. അപ്പോ എല്ലാ വനിതാ ജേർണലിസ്റ്റുകളെ അഫക്ട് ചെയ്തിട്ട് സാർ എന്തുകൊണ്ട് ഒന്ന് റെസ്പോണ്ട് ചെയ്യാമായിരുന്നു. അത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ശ്രീ അജിത് കുമാർ, ഇപ്പോഴും ഈ വനിതാ ജീവനക്കാരുടെ, വനിതാ മാധ്യമ പ്രവർത്തകരുടെ, താങ്കളുടെ സ്ഥാപനത്തിലുള്ള വനിതാ മാധ്യമ പ്രവർത്തകരുടെ മാത്രമല്ല, കേരളത്തിലെ വനിതാ മാധ്യമ പ്രവർത്തകരുടെ അഭിമാനത്തിന് മുകളിലാണ് എൻ്റെ ഈ സോഴ്സ്, ഞാൻ ഇപ്പോൾ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ഈ ഒരു ഭാഗം എന്നുള്ളത് ഇപ്പോഴും മുറുകെ പിടിക്കുന്നത് അങ്ങേക്ക് ഈ ജീവനക്കാരുടെ പോലും ആത്മവിശ്വാസത്തിന് കളങ്കമേൽപ്പിക്കുന്ന കാര്യമാണ്. അങ്ങേക്ക് തുറന്നു പറയാനുള്ള സമയമാണ്. അത് ലാലല്ലോ അത് തീരുമാനിക്കേണ്ടത്. ഒരാൾ രാജിവെച്ചു പോയി, അൽനിമ രാജിവെച്ചു പോയി. അൽനിമ ഇന്നലെ വരെ, അൽനിമ പറഞ്ഞതിൽ നിന്ന് വ്യക്തമാകുന്ന എന്താ, ഈ വാർത്ത വരുന്നത് വരെ അവിടെ വനിതാ മാധ്യമ പ്രവർത്തകർക്ക് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല, പ്രവർത്തിക്കാവുന്ന തൊഴിൽ അന്തരീക്ഷം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ അൽനിമ പ്രവർത്തിച്ചത്. ഈ വാർത്തയും വാർത്തയ്ക്ക് ശേഷവും, വാർത്ത വരെ കുഴപ്പമില്ലായിരുന്നു, വാർത്തയ്ക്ക് ശേഷം അങ്ങനെ വാർത്തയോട് പ്രതിഷേധമുള്ള അൽനിമ രാജിവെച്ചു. വാർത്തയോട് പ്രതിഷേധമുള്ള ആളല്ല രാജിവെച്ചത്. വാർത്ത കഴിഞ്ഞതിന് ശേഷം അവർ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്, ഈ വാർത്തയോടുള്ള പ്രതിഷേധമല്ല, വാർത്ത കൃത്യമായി വളച്ചൊടിച്ചതാണെന്നും അതിന് പലരെയും ബലിയാടാക്കിയിട്ടുണ്ടെന്നും അതിൽ പലതും വെളിപ്പെടുത്തേണ്ടതുണ്ടെന്നും, എന്താണ് വാർത്ത എന്ന് പഠിച്ച് ജോലിക്ക് കയറിയവരാണ്. അതിൽ എങ്ങനെയാണ് വാർത്ത കൊടുക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ പലതും കൃത്യമായി വളച്ചൊടിച്ചാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ള ചില ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് അവർ FB പോസ്റ്റിലൂടെ ഇപ്പോൾ രാജിവെച്ചതായി പറഞ്ഞിരിക്കുന്നത്. വളച്ചൊടിച്ചതായിട്ട് എനിക്കറിയില്ല, വളച്ചൊടിച്ചിട്ടുമില്ല. എൻ്റെ സ്ഥാപനത്തിലെ ഒരു കാര്യം, എൻ്റെ സ്ഥാപനത്തിലെ വനിതാ മാധ്യമ പ്രവർത്തകർ 100% പ്രൊട്ടക്റ്റഡ് ആണ്. മാത്രമല്ല, അവർക്ക് ഈ എന്ത് പ്രശ്നമുണ്ടെങ്കിലും വേണമെങ്കിൽ ഒന്നുകൂടെ പറയാം, ഒരു വാട്സപ്പ് കോളിൽ പോലും, വാട്സപ്പ് മെസ്സേജിൽ പോലും ഒരു വൃത്തികേട്, ഒരു അല്പം ഉണ്ടെങ്കിൽ പോലും എന്നോട് ഒരു വാക്ക് പറഞ്ഞാൽ മതി, ആ പുരുഷൻ, ആ വ്യക്തി ആ സ്ഥാപനത്തിൽ കാണില്ല. ശരി, അതിനകത്തുള്ള വ്യക്തിപരമായ കാര്യങ്ങൾ. പക്ഷെ ഇപ്പോൾ ഇവിടെ വന്ന ഈ ചർച്ചയിൽ വന്ന കാര്യമുണ്ടല്ലോ, താങ്കൾ ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥലത്തിരിക്കുന്ന ആളാണ്. ഇതാ ഈ പീപ്പിൾ ന്യൂസിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ നമ്മുടെ ചർച്ചയിൽ വന്നതെന്ന് പറഞ്ഞത് എന്താണ്? കൈരളിക്ക് ബോധ്യമുണ്ട്, കൈരളിയുടെ കയ്യിൽ തെളിവുണ്ട്, ആരാണ് അങ്ങ് വീട്ടമ്മ എന്ന് പറയുന്ന ഈ സ്ത്രീ, അവരുടെ ഫോട്ടോയുണ്ട്, അവരുടെ കുടുംബം ഏതാണെന്നുള്ളത് അറിയാം, അവരുടെ പശ്ചാത്തലം മുഴുവൻ ഈ ചാനലിൽ ഇപ്പോൾ അറിയാം. ഇതിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്ററുടെ കയ്യിൽ തെളിവുകളുണ്ട്. ഹാജരാക്കണം. ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ ശ്രീ അജിത് കുമാർ താങ്കൾ തയ്യാറുണ്ടോ? ജുഡീഷ്യൽ കമ്മീഷൻ മുമ്പാകെ ഹാജരാക്കണം. ഒറ്റ ചോദ്യം, ഇതാ ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഈ കാര്യത്തിൽ കൈരളിക്ക് ബോധ്യമുണ്ട് എന്ന് പറയുന്നു. ഈ കാര്യത്തിൽ അങ്ങനെയാണെങ്കിൽ അത് ശരിയല്ല എന്ന് ഉറച്ചു പറഞ്ഞുകൊണ്ട് വെല്ലുവിളി ഏറ്റെടുക്കാൻ താങ്കൾക്ക് ആ ചാനലിന്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഇവിടുത്തെ എക്സിക്യൂട്ടീവ് എഡിറ്റർ പറഞ്ഞത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ താങ്കൾ? മന്ത്രിയുടെ അപ്പുറത്ത് സംസാരിച്ചത് മംഗളം സ്ഥാപനത്തിലെ ഒരു ജീവനക്കാരിയല്ല. അതല്ല ചോദ്യം. ഇപ്പോൾ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്
കൃത്യമായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കണിയാപുരത്തുകാരിയായിട്ടുള്ള ഒരാൾ, വീട്ടമ്മ എന്ന് പറയുന്ന ഒരു പരാതിക്കാരിയായ ജെന്യുവിൻ പരാതിക്കാരി അല്ല. ഇവിടെ വീട്ടമ്മ അല്ല. അവർ ആരാണെന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. ഫോട്ടോയുണ്ട്, കുടുംബം അറിയാം, എല്ലാ പശ്ചാത്തലവും അറിയാം. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൈരളിയുടെ പീപ്പിളിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ഇപ്പോൾ ഈ ചർച്ചയിൽ പറഞ്ഞിരിക്കുന്നു. ഈ കാര്യങ്ങൾ തെറ്റാണ്, വെല്ലുവിളിക്കുന്നു എന്ന് പറയാൻ താങ്കൾക്കാകുമോ? അവർ മംഗളം ജീവനക്കാരി അല്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. പിന്നെ വെല്ലുവിളിക്കേണ്ട കാര്യം എന്താ? അപ്പൊ എന്റെ ചോദ്യം മംഗളം ജീവനക്കാരെ ഉപയോഗിച്ചോ? വനിതാ ജീവനക്കാരെ സ്റ്റിംഗ് ഓപ്പറേഷൻ ഉപയോഗിച്ചോ? അതല്ല ചോദ്യം. ഉപയോഗിച്ചോ? ശ്രീ അജിത് കുമാർ, താങ്കൾ വളച്ചൊടിച്ചിട്ട് കാര്യമില്ല. കേരളം മുഴുവൻ ഒരു കാര്യത്തിൽ താങ്കൾ ഒരു സൂചിമുനയ്ക്ക് മുകളിൽ നിർത്തി എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ തിരിച്ചു കാര്യങ്ങൾ വന്നിരിക്കുകയാണ്. അവിടെ ഒരു കാര്യം ഒരു ചാനൽ ഉത്തരവാദിത്വത്തോടുകൂടി പറയുന്നു. ഇത് ഉത്തരവാദിത്വമൊന്നുമില്ല. ഫേസ്ബുക്കിൽ അല്ല, വാട്സപ്പിൽ തിരുവനന്തപുരത്തെ ഒരു മാധ്യമ പ്രവർത്തകൻ പോസ്റ്റ് ചെയ്ത ഫേസ്ബുക്കാണ്, വാട്സപ്പാണ് ഈ താങ്കൾ പറയുന്നത്. അതിനെതിരെ അവർ കേസ് കൊടുത്തു. ഇപ്പോൾ കൈരളി ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. ഈ കാര്യത്തിൽ കൈരളിയുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ട്, ഫോട്ടോയുണ്ട്, ആരാണെന്നറിയാം, ഇവരുടെ പശ്ചാത്തലം അറിയാം, വീടറിയാം. അങ്ങ് പറയുന്ന വീട്ടമ്മയല്ല, ആ വീട്ടമ്മയുടെ ജെന്യുവിൻ പരാതി അല്ല. അതായത് ഇവിടെ ഞങ്ങളുടെ റിപ്പോർട്ടർ പറഞ്ഞ ഹണി ട്രാപ്പിന് തുല്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയ ആ കാര്യം ഞങ്ങൾക്കറിയാമെന്ന് പറയുന്നത് തെറ്റാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയാൻ, അത് വെല്ലുവിളിക്കാൻ താങ്കൾക്ക് പറ്റുമോ എന്നാണ്. എല്ലാ കാര്യത്തിനും വലിയ ശബ്ദത്തിൽ ഉത്തരം പറയുന്ന താങ്കൾക്ക് അതിന് സാധിക്കുമോ? പൂർണ്ണമായി തെറ്റാണ്. എന്ത് തെറ്റാണ്? നിങ്ങൾ പറഞ്ഞ മൊത്തം തെറ്റാണ്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, എന്തു മനസ്സിലായി താങ്കൾക്ക് ഈ ഘട്ടത്തിൽ? അല്ല, മന്ത്രിയുമായി സംസാരിച്ച അല്ലെങ്കിൽ മന്ത്രിയുടെ സംസാരം കേട്ട സ്ത്രീ മംഗളം ജോലിക്കാരിയാണോ അല്ലയോ എന്നതല്ല ഇവിടെ വിഷയം. മംഗളം അവകാശപ്പെടുന്നത് പോലെ ഒരു വീട്ടമ്മ, ഒരു കുടുംബിനി ഒരു യഥാർത്ഥത്തിലുള്ള പരാതിയുമായി മന്ത്രിയെ സമീപിച്ചു. മന്ത്രി ആ അവസരം ദുരുപയോഗപ്പെടുത്തി അവളെ ലൈംഗികമായി ആകർഷിക്കാൻ ശ്രമിച്ചു. അതാണ് വിഷയം വരുന്നത്. അതല്ല എന്ന് ഇപ്പോൾ ബോധ്യമായിരിക്കുകയാണ്. ഇത് മംഗളത്തിന്റെ എംപ്ലോയി ആണെങ്കിലും മംഗളം നേരിട്ട് നടത്തിയതാണെങ്കിലും അല്ലെങ്കിൽ മറ്റാരെങ്കിലും വഴി നടത്തിയതാണെങ്കിലും മന്ത്രിക്കെതിരെ ഒരു സ്റ്റിംഗ് ഓപ്പറേഷൻ നടന്നിരിക്കുന്നു. അത് സ്റ്റിംഗ് ഓപ്പറേഷൻ അല്ല എന്ന് അജിത് കുമാർ പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. ഒരു ഓപ്പറേഷൻ നടന്നിരിക്കുന്നു. ആ ഓപ്പറേഷനിൽ റെക്കോർഡ് ചെയ്ത സംഭാഷണം വികലമായി അപൂർണമായി അവതരിപ്പിച്ചുകൊണ്ട് ഈ മന്ത്രിയെ കുടുക്കുന്നുള്ള നീക്കം നടത്തിയിരിക്കുന്നു. അതാണ് നീചമായ പത്രപ്രവർത്തനം. നീചമായ മാധ്യമ പ്രവർത്തനം നടത്തിയതിനു ശേഷം അജിത് കുമാർ ഈ ചാനലിൽ മറ്റെല്ലാവരിലും നീചത്വം ആരോപിക്കുന്നത് അത് ശരിയല്ല. നീചമായ പത്രപ്രവർത്തനം നടത്തിയിട്ടില്ല. ഞങ്ങളാരെയും സ്റ്റിംഗ് ഓപ്പറേഷൻ ഞങ്ങൾ ചെയ്തിട്ടില്ല. മംഗളം ടെലിവിഷൻ ചെയ്തിട്ടില്ല, സ്റ്റിംഗ് ഓപ്പറേഷൻ ചെയ്തിട്ടില്ല, ഹണി ട്രാപ്പ് നടത്തിയിട്ടില്ല, ഫോൺ ചോർത്തിയിട്ടില്ല. ഇത് ആവർത്തിച്ച് പറയല്ല, എന്ത് ചെയ്യാനാ? പറഞ്ഞതുപോലെ പറയാൻ പറ്റുന്ന രീതിയിൽ ചോദ്യങ്ങളായി തുടക്കം മുതൽ ഈ കാര്യങ്ങളൊക്കെ വന്നതാണ്. ഞങ്ങളുടെ റിപ്പോർട്ടർ ഇപ്പോൾ പല കാര്യങ്ങളും പറഞ്ഞതാണ്. താങ്കൾക്ക് ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ലാസർ ഷൈനോട് ഈ ഘട്ടത്തിൽ ഒന്ന് പോട്ടെ. ശ്രീ ലാസർ ഷൈൻ, താങ്കൾ എങ്ങനെയാണ് ഈ കാര്യത്തിൽ ഇപ്പോൾ പ്രതികരിക്കുന്നത്? ശ്രീ ലാസർ ഷൈൻ, വളരെ പ്രധാനപ്പെട്ട ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലാണ് കൈരളി ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. കൈരളി വളരെ കൃത്യമായി പറയുന്നത് ഒരു ഹണി ട്രാപ്പാണ് എന്ന് കൃത്യമായി പറയുന്നു. അത് അജിത് കുമാർ എത്ര ശക്തമായി പറഞ്ഞാലും എത്ര നുണ പറഞ്ഞാലും അത് ആകാതിരിക്കുന്നില്ല. അജിത് കുമാർ ഇവിടെ ഇരുന്ന് ഇന്നലെ ഇരുന്ന മുഖഭാവമല്ല അജിത് കുമാറിന്റേത്. അജിത് കുമാറിന്റെ ബോഡി ലാംഗ്വേജ് മാറിയിരിക്കുന്നു. അജിത് കുമാർ കേരളത്തിന്റെ മുന്നിൽ തലകുനിച്ചിരിക്കുന്ന ഒരു നിമിഷമാണിത്. അത് അജിത് കുമാർ മനസ്സിലാക്കണം. അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ നടത്തിയിരിക്കുന്ന കൈരളി നടത്തിയിരിക്കുന്ന ഈ വെളിപ്പെടുത്തൽ ഈ പ്രസ്തുത സ്ത്രീ ഉണ്ട് എന്ന് അജിത് കുമാർ പറയുന്ന കൈരളി പറയുന്ന ഈ സ്ത്രീയുടെ ജീവൻ ഈ നിമിഷം അപകടത്തിൽ ആയിരിക്കുന്ന നിമിഷമാണ്. ജീവൻ കൃത്യമായി അപകടത്തിലാണ്. ആ സ്ത്രീക്ക് പോലീസിന്റെ സംരക്ഷണം കൊടുക്കണം. ആ സ്ത്രീക്ക് പോലീസിന്റെ സംരക്ഷണം കൊടുക്കാൻ കേരളത്തിലെ സർക്കാർ തയ്യാറാകണം. അതല്ലാതെ ഇങ്ങനെ ഒളിച്ചുപാത്ത് കളിച്ച് ഒരു സ്ത്രീയുടെ ജീവൻ വെച്ച് കളിക്കാൻ അജിത് കുമാറിനോ അജിത് കുമാറിന്റെ സ്ഥാപനത്തിനോ ഒരു തരത്തിലുള്ള അവകാശവുമില്ല. കേരളത്തിന്റെ സർക്കാർ അവർക്ക് ഉത്തരവാദിത്തപ്പെട്ട ഒരു പൗരന്റെ ജീവന് സംരക്ഷണം കൊടുക്കണം എന്ന് പറയുന്ന ഉത്തരവാദിത്തം കേരളത്തിൽ സർക്കാർ ഏറ്റെടുക്കണം. പോലീസ് ഈ
പറയുന്ന നിമിഷം, ഈ നിമിഷം ആ സ്ത്രീ ആരാണെന്ന് കണ്ടെത്തണം, ആ സ്ത്രീക്ക് സംരക്ഷണം കൊടുക്കേണ്ടതാണ്. അല്ലാതെ അജിത് കുമാർ എന്ന് പറയുന്ന അജിത് കുമാറിന്റെ ഈ ചാനലിന്റെ ഇത് കൂട്ടേണ്ട പരിപാടിയൊന്നുമല്ല ഇവിടെ സ്ത്രീകൾ ചെയ്യേണ്ടത്. ഒരു സ്ത്രീയെ അജിത് കുമാറിന്റെ സ്ഥാപനം വളരെ കൃത്യമായി ഹണി ട്രാപ്പിൽ ഉപയോഗിച്ചിരിക്കുന്നു, ഇരയാക്കിയിരിക്കുന്നു എന്ന് കൈരളി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇത് നിസ്സാരമായ ഒരു ആരോപണമായി അജിത് കുമാർ കാണരുത്. തലകുനിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കേരളം അജിത് കുമാറിനെയും അജിത് കുമാറിന്റെ സ്ഥാപനത്തെയും ഈ നിമിഷം തലകുനിപ്പിച്ചിരിക്കുകയാണ്. അല്ല, തലകുനിക്കുന്നൊക്കെ താൻ പറയണ്ട, അങ്ങ് പറയണ്ട, ഞാൻ പറഞ്ഞോളാം. ഒരു കാര്യം ഇവിടെ രണ്ട് ചർച്ച വന്നേക്കുന്നു. കൈരളിയിലെ രാജീവ് പറഞ്ഞേക്കുന്നു ഹണി ട്രാപ്പാണ്, അല്ലെ മംഗളം പോലീസ് സംരക്ഷണം കൊടുക്കണം. നിങ്ങൾ പോലീസ് സംരക്ഷണം കൊടുക്കണം. നിങ്ങൾ എന്തുകൊണ്ട് ആവശ്യപ്പെടുന്നില്ല? നിങ്ങൾ 30 വർഷം സേവന പരിചയമുള്ള ഒരു പത്രപ്രവർത്തനല്ലേ സുഹൃത്തെ? നിങ്ങൾ ആവശ്യപ്പെടേണ്ടത് നിങ്ങളുടെ ഒരു സോഴ്സിന് ജീവഹാനി സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്, പോലീസ് സംരക്ഷണം കൊടുക്കണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടേണ്ടേ സുഹൃത്തെ? ഞാൻ പറയട്ടോ ഇനി. അതായത് രാജീവ് ഒരു കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നു, ഇത് ഹണി ട്രാപ്പാണ്, മംഗളം അതിനകത്ത് പ്രതിക്കൂട്ടിലാണ്. ഞാൻ പറയുന്നു അത് പറയൂ. നിങ്ങൾ വേറെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിന്? വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണം ഉണ്ടായിട്ട് നിങ്ങൾ വേറെ കാര്യമല്ല പറയേണ്ടത്. പറയാമോ? ഞാൻ പറയുന്നു അതല്ല, ഹണി ട്രാപ്പ് അല്ല. മംഗളം അതിനകത്ത് ഹണി ട്രാപ്പോ സ്റ്റിംഗ് ഓപ്പറേഷനോ വൃത്തികേടുകളോ നിയമവിരുദ്ധമായ നടപടികളോ ചെയ്തിട്ടില്ല. ഇത് അന്വേഷിക്കാൻ ജുഡീഷ്യൽ കമ്മീഷൻ വന്നിരിക്കുന്നു. രാജീവ് കൈരളി ആ തെളിവുകൾ അവിടെ വരട്ടെ, ഞാൻ എന്റെ തെളിവുകളും കൊടുക്കാം. ശ്രീ അജിത് കുമാർ ഈ കാര്യത്തിൽ കൃത്യമായി കഴിഞ്ഞ 2 ദിവസമായി സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റു ചില ചാനലുകളിലൂടെയും പത്രങ്ങളിലൂടെയും ഒക്കെ തന്നെ ഈ കുട്ടി ആരാണ് ഇപ്പോൾ രാജീവ് റിപ്പോർട്ട് ചെയ്ത അതേ കാര്യങ്ങൾ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുവരെ ഇന്ന് പത്രക്കുറിപ്പിറക്കിയ താങ്കൾ, ഈ ചർച്ചയിൽ എതിർത്തുകൊണ്ടിരിക്കുന്ന താങ്കൾ ഇതുവരെ അത് കണ്ടില്ല നടിച്ചതല്ലാതെ ഒരു നിഷേധക്കുറിപ്പ് ഇറക്കിയോ? ലാല് മംഗളം പത്രം വായിക്കാത്തതുകൊണ്ടാണ്. മംഗളം പത്രത്തിലൂടെയും മംഗളം ചാനലിലൂടെയും എല്ലാ ലാല് ഔദ്യോഗിക ജോലി തിരക്കിനിടയിൽ കാണാത്തതുകൊണ്ടാണ്. ഇന്നും പത്രവാർത്തകൾക്ക് ഞങ്ങളുടെ മറുപടി പറഞ്ഞു. ഇന്നലെ ഇതുവരെ സോഷ്യൽ മീഡിയയിൽ വന്ന മൊത്തം വാർത്തകൾ, മൊത്തം ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞു, ദിവസവും മറുപടി പറഞ്ഞു. പക്ഷേ കഴിഞ്ഞ ദിവസം താങ്കൾ തത്സമയം കൊടുത്ത മറുപടികളിലൊക്കെ പലരും അതൃപ്തരായി വീണ്ടും ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. എന്റെ ചോദ്യം അതല്ല. മറുപടിയല്ല, നിങ്ങളുടെ സോഴ്സിന്റെ ജീവൻ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ സോഴ്സിന്റെ ജീവൻ അപകടത്തിലാണ്. ആ സോഴ്സിന് പോലീസ് സംരക്ഷണം വേണം എന്ന് നിങ്ങൾ എന്തുകൊണ്ട് ആവശ്യപ്പെടുന്നില്ല? ഇത് എന്റെ പ്രശ്നം. ഇതൊരു ജുഡീഷ്യൽ കമ്മീഷൻ മുമ്പിലാണ്. ഇപ്പൊ പ്രശ്നം എന്താ? ഇപ്പൊ ഡിസ്പ്യൂട്ട് ഉണ്ടാ. ഞാൻ പറയുന്നു ഹണി ട്രാപ്പ് അല്ല, കൈരളി പറയുന്നു ഹണി ട്രാപ്പ് ആണ്. നിങ്ങൾക്ക് മാത്രമാണല്ലോ ഇപ്പോൾ അറിയാവുന്നത്. നിങ്ങളുടെ സോഴ്സിന് ജീവഹാനി സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. എന്റെ സോഴ്സിനെ സംരക്ഷിക്കണമെന്ന് നിങ്ങൾ എന്തുകൊണ്ട് ആവശ്യപ്പെടുന്നില്ല? രാജീവ് അവിടെ സ്ത്രീ കൂടിയല്ലേ? ഞാനും അവിടെ വരാം. തീർന്നല്ലോ.